അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അത് തലസ്ഥാന നഗരിയിൽ നടക്കുന്നു എന്നൊരു പ്രത്യേകത മാത്രമല്ല, ഗോത്രകലകൾ ഒരു മത്സര ഇനത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഒരു മലയപുല ആട്ടം അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ച വെണ്ണിക്കുളം HSS ടീമാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? എന്തായാലും അത് കുറേ നേരം കുരവയൊക്കെ ഇട്ട ഒരാളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് പല സൗണ്ടായിട്ട് മാറണം അല്ലേ? ആദ്യം പാടിയതായിരിക്കില്ല പിന്നീട് വരുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഉള്ളിൽ നിന്നുള്ള സൗണ്ട് ആകുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാന്ന്. അതുകൊണ്ട് നല്ല സൗണ്ടൊക്കെ വേണം. എത്രയോ പിന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു മത്സരം അല്ലെങ്കിൽ ഈ ഒരു കല മത്സര വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ആരും കളിച്ചിട്ടില്ല, എവിടെ നോക്കി പഠിക്കും, ഒത്തിരി ടെൻഷനില്ലായിരുന്നോ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും കളിക്കുക, നമുക്കറിയാവുന്ന രീതിയിൽ നല്ലതായിട്ട് കളിക്കുക. അങ്ങനെ പിന്നെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ എങ്ങനെ? ടീച്ചേഴ്സാണോ പറഞ്ഞത് നമുക്ക് ഗോത്രകല തന്നെ എടുക്കുക, അത് തന്നെ പോകാമെന്ന് അവരാണോ തീരുമാനിച്ചത്? ആദ്യം കലോത്സവത്തിൻ്റെ സെലക്ഷൻ എല്ലാം കഴിഞ്ഞ് പിന്നാണ് ഈ പുതിയ സർക്കുലർ വന്ന്. അപ്പം എന്നാൽ നമുക്ക് അതിനകത്ത് നോക്കാം എന്ന് പറഞ്ഞ് എല്ലാവരോടും ഒരുമിച്ച് അങ്ങ് തുടക്കം ഇടുമായിരുന്നു. പിന്നെല്ലാം നന്നായിട്ട് തന്നെ പോയി. എത്ര മാസം എടുത്തു പ്രാക്ടീസ് ചെയ്തൊന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്? 4-5 മാസത്തെ പ്രാക്ടീസാണ്. പഠിത്തമൊക്കെ പോയി, എന്നാലും കളിക്കാൻ പറ്റിയ സ്റ്റേറ്റ് വരെ എത്തിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും ക്ലാസ് പോയതിലും സ്റ്റേറ്റ് വരെ എത്താൻ പറ്റിയതിൽ എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. ഞാൻ നോക്കിയപ്പോൾ നിറഞ്ഞ സദസ്സായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ബാക്കി സ്റ്റേജുകളിലും ഉണ്ട്, പക്ഷേ ഈ നമുക്ക് കൗതുകമാണ്, നമ്മൾ കാണാത്തൊരു കലയാണ്. കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് ഇത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, എന്ത് തരത്തിലാണ്, അപ്പോൾ എല്ലാവർക്കും അതറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ആകാംക്ഷയായിട്ടിരിക്കുകയായിരുന്നു. അതുപോലെ നല്ല കയ്യടി ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ ആ ഫസ്റ്റ് മുതലുള്ള എനർജി തന്നെ അവസാനം വരെ ഉണ്ടാവണം അല്ലേ? അതെ, എന്നാലേ അതിനൊരു കാണാനും എല്ലാത്തിനും രസമുള്ളൂ. ട്രൈബൽ ഡാൻസിൻ്റെ ഒരു മെയിൻ തന്നെ എനർജിയാണ്. അപ്പോൾ അത് വേണം. നിങ്ങൾക്ക് ട്രൈബൽ ഡാൻസിനോട് പണ്ടേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ, അതോ കലോത്സവത്തിൽ എത്തിയപ്പോഴാണോ കുറച്ചുകൂടി ഇഷ്ടം കൂടിയത്? ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് തന്നെ സത്യം പറഞ്ഞാൽ ആദ്യം എനിക്കറിയത്തില്ലായിരുന്നു. പേഴ്സണലി എൻ്റെ പറയാം, പിന്നെ ഇങ്ങനെ കേട്ട് കാണുന്ന പിന്നെ കളിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷ്ടപ്പെട്ട നമ്മൾ തന്നെയാണ്. ഇനിയിപ്പോൾ ആരാച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കിതിന് കൊട്ടുകാർ കുറച്ച് പേരുണ്ട്. അതായത് ഈ ഒരു പാട്ടിനെ, ഈ ഒരു കലയെ എനർജിയിൽ എത്തിച്ച കുറച്ച് കൊട്ടുകാർ ടീംസ് ഉണ്ട്. നമുക്ക് അവരെ കൂടെ പരിചയപ്പെടാം. എങ്ങനെ ഉണ്ടായിരുന്നു കൊട്ടിയതൊക്കെ? കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. കൊട്ടി ഉശിരി ഇല്ല സംസാരിക്കാൻ. എന്താ ഇതിന്റെ പേരെന്താ? കിടിമുട്ട്. കിടിമുട്ട്. ഒന്നുകൂടെ കൊട്ടി കാണിക്കാവോ? ഇത് പഠിച്ച സമയത്ത് ആദ്യമൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു? വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ പഠിച്ചെടുത്തു. ആ ഇയാൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഈ നേരത്തെ കൊട്ടറിയാതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നേരത്തെ ഏത് കൊട്ടാപ്പോ? ബെഞ്ചിലൊക്കെ കൊട്ടി പഠിച്ചു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അതിന് ശേഷമുള്ള സൗഹൃദം ഒക്കെ? പലരും പല ക്ലാസ്സിലുള്ളതാണ് അല്ലേ? ഒരു ഗോത്രകല അല്ലെങ്കിൽ മലയപുല പാട്ടെടുത്തു, പിന്നെ കുറേ ദിവസം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ? സ്കൂളിലായിരുന്നു. പിന്നെ 8 എല്ലാവരും പുതിയതായിട്ട് സ്കൂളിലോട്ട് 10ാം ക്ലാസ്സുകാർ മാത്രമാണ് ഇവിടെ. ഞങ്ങൾ പുതിയതായിട്ട് വന്നതാണ് ആ സ്കൂളിലോട്ട്. ആദ്യമൊക്കെ ഞങ്ങൾക്ക് എല്ലാവരും ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഇതിനകത്തോട്ട് ഇറങ്ങിയപ്പോൾ പിന്നെ എല്ലാവരും ഒത്തിരി കൂട്ടുകാരെ പരിചയപ്പെടാനും ഒത്തിരി നല്ല സൗഹൃദവും എല്ലാം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒത്തിരി അനുഭവങ്ങളും ഒക്കെ ഇതിലൂടെ നേടാൻ സാധിച്ചു. നിങ്ങൾ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് അല്ലേ? തലസ്ഥാനത്ത് ആദ്യമായിട്ടാണോ? തലസ്ഥാനത്ത് ഞാൻ 2ാമത്തെ വട്ടമാണ് ഇവിടെ വരുന്നത്. എങ്ങനെയുണ്ട് തിരുവനന്തപുരം വൈബ്? പൊളി വൈബ. വൈബിന് ഉഷാരില്ല, ആ ഡാൻസിന് മാത്രമേ ഞാൻ നോക്കിയപ്പോൾ ഒരു എനർജി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ട് പറയുന്നൊരു എനർജി ഇല്ല. ഒന്ന് ഉറച്ചു പറഞ്ഞേ. അടിപൊളിയായിരുന്നു. പിന്നെ ടീച്ചേഴ്സിന്റെ വീട്ടിലൊക്കെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? ടീച്ചേഴ്സും വീട്ടിലുള്ളവരെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച സാറ് ജോബിൻ സാറ്. നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇനി ഇവരെ എല്ലാമായി നമുക്കറിയാം, ഒരു ഗുരുക്കന്മാരെന്ന് പറയുന്നതാണ് ഏറ്റവും വലുതല്ലേ? അപ്പം നിങ്ങളെ ഒന്നും അറിഞ്ഞുകൂടാത്ത നിങ്ങളെ ഇതുവരെയൊക്കെ എത്തിച്ചതിൻ്റെ പിന്നിലൊരു സാർ ഉണ്ടല്ലേ? സാറിൻ്റെ പേരെന്താ സാർ? എൻ്റെ പേര് ജോബിൻ എന്നാണ്. വീട് കോട്ടയം ഏറ്റുമാനൂർ. എങ്ങനെയുണ്ടായിരുന്നു? അതായത് ആദ്യമായിട്ടാണ് ഇതൊരു മത്സര ഇനത്തിൽ പെട്ടിരിക്കുന്നത്. അതിനൊരു ടെൻഷൻ കുട്ടികൾക്കുണ്ട്. ആ കുട്ടികളെ ആദ്യം ഒന്ന് മേയിച്ചെടുക്കണം, അതിനുശേഷം അവരെ കല പഠിപ്പിക്കണം. അങ്ങനെ കുറേ ചലഞ്ചസ് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ പ്രാവശ്യം കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് ഗോത്രകലകൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ തന്നെ ഇവർക്ക് ഇതെന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ആദ്യം ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം, പിന്നീട് ഇവരെ പഠിപ്പിക്കണം. ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരെ കൊട്ടാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. മലപ്പുലാട്ടത്തിൽ കൂടുതലായിട്ടും പാട്ടുകൾ പാടുന്നില്ലല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അവരുടെ താളത്തിനനുസരിച്ചാണ് അവർ കളിക്കുന്നത്. അപ്പോൾ അവരെ കൊട്ട് പഠിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ ശ്രമം അവർ നന്നായിട്ട് ചെയ്തു. ഒരാൾ പറഞ്ഞു ബെഞ്ചേൽ കൊട്ടുന്നതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പറഞ്ഞു. ബെഞ്ചെ കൊട്ടി അവർ പഠിച്ചു വന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മുടെ കാലത്തായാലും ബാക്ക് ബെഞ്ചിലിരുന്ന് കൊട്ടി വന്നവരായതുകൊണ്ട് അവർ നന്നായിട്ട് ചെയ്യാൻ പറ്റി.
ഇതിന്റെ ഒരു ചരിത്രം എങ്ങനെയാ? ഈ ഒരു ഗോത്രകല അതായത് മലപുല ആട്ടത്തിന്റെ ഒരു ചരിത്രം എങ്ങനെയാണ്? ആർക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അതെ, ഞാനും ഇത് ഈ കുറച്ച് കാലമായുള്ളൂ ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചു വന്നിട്ടുള്ളൂ. ഞാൻ ബേസിക്കലി മാപ്പിളകലയിലാണ് കൂടുതലും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, കോൽക്കളി. അപ്പം ഈ പ്രാവശ്യം ഇതിൽ ആഡ് ചെയ്തപ്പോഴത്തേക്കിന് ഇതും കോൽക്കളിയായിട്ടൊരു സാമ്യമുള്ളതുകൊണ്ട് കൂടുതലായിട്ട് അറിയണമെന്ന് തോന്നി. അപ്പോൾ ഇതിനെപ്പറ്റി പഠിച്ചു, കൂടുതൽ പേരുടെ അടുത്ത് റെഫറൻസിന് പോയി. അങ്ങനെയാണ് ഇതിനെപ്പറ്റി. ഇടുക്കി ജില്ലയിലാണ് ഇത് ഉള്ളത്. മലപ്പുലയർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു ഗോത്രകലയാണ് മലപ്പുലയാട്ടെന്ന് പറയുന്നത്. അപ്പം സാർ ഇതിനെപ്പറ്റി കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ടാണോ ഇവരെ പഠിപ്പിക്കാനായിട്ട് വന്നതും? ഞാനിത് പഠിപ്പിക്കാൻ വേണ്ടിയല്ല പഠിച്ചത്, എനിക്ക് ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പഠിച്ചാണ്. പിന്നെ എൻ്റെ ഗുരുവായ നൗഫൽ കോട്ടയം പറഞ്ഞ് നിനക്ക് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിക്കാൻ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇവരുടെ അടുത്തേക്ക് വരുന്നത്, ഇവരെ പഠിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചത്. പഠിപ്പിച്ച് വേദിയിൽ എത്തിച്ച് കിട്ടിലും പെർഫോമൻസ് അല്ലേ അവർ ചെയ്തത്? അവർ നന്നായിട്ട് ചെയ്തു, അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ നന്നായിട്ട് ചെയ്തു, പെർഫോം ചെയ്തിരുന്നു. ഇവരെ പഠിപ്പിച്ചെടുത്ത അതായത് കുസൃതിയുള്ള കുട്ടികളായിരിക്കണം എന്ന് കണ്ടിട്ട് തോന്നുന്നു എനിക്ക്. പഠിപ്പിച്ചെടുക്കുന്നതിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടികളാകുമ്പോൾ കുസൃതി കാണിക്കുമല്ലോ, അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ പറയുന്നതിൽ അവർ കേട്ടായിരുന്നു. അവരുടെ ഡെഡിക്കേഷനും അവരുടെ കഠിന പ്രയത്നം കൊണ്ട് സ്റ്റേറ്റ് ലെവൽ വരെ എത്തി, അവരിവിടം വരെ എത്തി, അവർ നന്നായിട്ട് ചെയ്തു. HS വിഭാഗത്തിന്റെ ആദ്യ മലയപുല ടീമിന്റെ എനർജിയിൽ വി പത്മകുമാറിനൊപ്പം അനന്യാനിൽ സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.